അപ്പൊ നമുക്ക് എങ്ങനെയാണ് വഴുതനങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉപ്പേരി തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി, അധികം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ അവസാനമാണ് വെളിച്ചെണ്ണ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഒരു കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാവണതിന്റെ മുന്നേ തന്നെ നമുക്ക് അതിലോട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പിന്നെ വേപ്പിലയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ആകെ പൊട്ടിത്തെറിക്കും കൂടെ. അപ്പൊ നമുക്കിത് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൊട്ടിത്തെറിക്കണത് നമുക്ക് ഒഴിവായി കിട്ടും. അപ്പൊ അതിലോട്ട് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ചതച്ച് വെച്ചത് ഇനി ഇതൊന്ന് നല്ല വഴറ്റിയെടുക്കണം. നമുക്ക് നല്ല വഴറ്റിയെടുക്കണം. അതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് കുത്തിപ്പൊടിച്ച മുളകാണ്. ഇതേപോലത്തെ മുളക്. ഇത് ഞാനിപ്പോൾ ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കുത്തിപ്പൊടിച്ച മുളകും ഈ മഞ്ഞൾപ്പൊടി, ഈ 2 തരം ഉള്ളിയും പിന്നെ അതുപോലെ വേപ്പിലയൊക്കെ കൂടിയിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നല്ല വഴന്ന് വരട്ടെ. ഞാനിത് ഇപ്പുറത്ത് ഒരു പാത്രത്തിൽ കണ്ടോ വഴുതനങ്ങ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലാണ് വഴുതനങ്ങ ഇട്ട് വെച്ചിരിക്കുന്നത്. നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴുതനങ്ങ അങ്ങനെ മുക്കി വെക്കുന്നുണ്ട്. അപ്പൊ ആ വെള്ളം തന്നെ ഒരു കറുപ്പ് കളറായിട്ട് വരുന്നുണ്ട്. ആ കറ ഇളകാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അമ്മയൊക്കെ ചെയ്യണ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്താ കാര്യം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതിൽ കറ വരുന്നുണ്ട് ഈ വെള്ളത്തിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടാ തോന്നുന്നു. അപ്പൊ അത് എനിക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റണില്ല. അപ്പോൾ വഴുതനങ്ങ നുറുക്കി വെച്ചിട്ട്, വഴുതനങ്ങ എങ്ങനെയാ നുറുക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടോ, നമ്മുടെ കായൊക്കെ നമ്മൾ നടുപൊളിച്ചിട്ട് 2ആയിട്ട് നുറുക്കില്ലേ കാളനിലേക്കൊക്കെ, അതുപോലെയാണ് കേട്ടോ. നല്ല ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ ദാഗം ഉടഞ്ഞ് ജാമാവും. നമ്മൾ ഉപ്പേരി വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല വഴുവഴുപ്പായിട്ട് വരിക. ഇത് നല്ല വഴുവഴുപ്പൊന്നും ഇല്ലാതെ നല്ല ഒലർന്നിരിക്കണ നല്ലൊരു ഉപ്പേരിയാണ്. ഇതിപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വഴുതനങ്ങയിൽ വെള്ളം തൊടരുത്. ആവിയിൽ മൂടി വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. വെള്ളമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടണ പോലെയാവും. അപ്പോൾ നല്ല ഒന്ന് ചേർത്ത് ഇളക്കുക. ഇതിപ്പോൾ നല്ല ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മൂടി വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേനും ചെറുതീയിലാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും. വഴുതനങ്ങയ്ക്കൊന്നും അധികം വേവില്ല. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ അധികം വെന്ത് പോയാൽ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത് നല്ല ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു ചെറുതീയിൽ ലോ ഫ്ലെയിമിൽ, വെള്ളം ഒന്നും തൊടണ്ട, തെളിക്ക പോലും വേണ്ട. ആവിയിൽ മൂടി വെക്കുക, അത്രമാത്രം ചെയ്താൽ മതി. തീ നല്ല നേരിയതായിട്ട് വെക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ വഴുതനങ്ങ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. ഇതിലും കൂടുതലായി കഴിഞ്ഞാൽ ഇത് ആകെ വെന്തളിഞ്ഞു പോവും. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു. ഇനി ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. നമുക്ക് ഒരു 2-3 മിനിറ്റ് മതി. അപ്പത്തേനും ഇത് നല്ല മൊരിഞ്ഞ് വരും. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു നേരത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ കുറച്ചല്ല, ഇത്തിരി അത്യാവശ്യം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചും കൂടുതലൊക്കെ ആയിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി അധികം ചൂടാവണ്ട. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഈ വീഡിയോയിൽ ഇത്തിരി മഞ്ഞ കളർ പോലെ കാണുന്നത്, പക്ഷെ ചുമന്ന കളറാണ് കേട്ടോ. വീഡിയോയുടെ ഇതുകൊണ്ടാ തോന്നുന്നു. പിന്നെ ഒരു തരി മഞ്ഞപ്പൊടി ഞാൻ ആദ്യം ഇട്ടുമല്ലോ. പക്ഷെ വീഡിയോ എടുക്കണമെന്ന് തരി ഇട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ധാരാളം ഇടാറുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ ഇച്ചിരി ഭംഗിയുണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടത്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോറ്, പിന്നെ ചോറിന്റെ കൂടെ എന്തെങ്കിലും ഒരു പുളി വേണം കേട്ടോ. അതായത് ഇഞ്ചൻ പുളി അല്ലെങ്കിൽ അച്ചാറ് അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഒരു വറുത്ത മീൻ, അത് ഉണക്കമീനാവാം, പിന്നെ പച്ചമീനാവാം. ഏത് കൂട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല. ചോറിന്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണിത്. ഇത് ചോറിൽ തിരുമ്മി കഴിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്. ആ വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് ആ ചോറുണ്ണാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.